ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പടച്ചവനെ ചലഞ്ച് ചെയ്യുന്ന മണ്ടന്മാരുടെ കഥ കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോളൂ. നിക്കു വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു മണ്ടനാണ്, ഒരു യൂട്യൂബർ ആണ് ഈ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. 5 മില്യണിൽ പുറത്ത് സബ്സ്ക്രൈബർ ഉള്ള അദ്ദേഹം പല ചലഞ്ചുകളും ചെയ്തിട്ടുണ്ട്. നമ്മൾ പല പല ചലഞ്ചുകളും കണ്ടിട്ടുണ്ട്. ഭയാനകമായ ചലഞ്ചുകളും എന്താ പേടിപ്പെടുത്തുന്നതും പല രീതിയിലുള്ള അപകടം നിറഞ്ഞതായ ചലഞ്ചുകളും പലതും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്തൊരു ചലഞ്ചാണ് ഇപ്പൊ ഈ നിക്കു വ്ളോഗ്സ് എന്ന് പറയുന്ന ആ ചാനലിലെ ആ യൂട്യൂബർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പണി പാലും വെള്ളത്തി പടച്ചവൻ കൊടുത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നല്ല 8ന്റെ പണി തന്നെ അവനിക്ക് കിട്ടുകയും ചെയ്ത്. ഒരിക്കലും പടച്ചവനെ ചലഞ്ച് ചെയ്ത് ഇതല്ല, ഇതിനപ്പുറവും കിട്ടും. അദ്ദേഹത്തിന്റെ ചലഞ്ച് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം മുഴുവൻ ആ കബറിൽ കഴിയുക, 24 മണിക്കൂർ ആ കബറിൽ കഴിയുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചലഞ്ച്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹവും അയാളും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് കബർ പണി തുടങ്ങി. സാധാരണ കബറൊന്നും അല്ല കേട്ടോ, ഒരു റൂമിന്റെ സ്പേസ് ഉള്ള ഒരു അതിവിശാലമായിട്ടുള്ള ഒരു കബറാണ് പണിഞ്ഞത്. അതിനകത്ത് ലൈറ്റ്, ഫാന് എന്ന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും, പാട്ട് കേൾക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങളും ഒക്കെ ആർഭാടമായിട്ട് തന്നെയാണ് പണിഞ്ഞത്. എന്നിട്ട് ഒരു പൈപ്പ് മുകളിലേക്ക് കൊടുത്തിരുന്നു. അതായത് അവർക്ക് ശ്വാസം കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് മുകളിലേക്ക് ഒരു പൈപ്പ്, അതുവഴി ഫുഡുകളും ഒക്കെ താഴത്തേക്ക് എത്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരു എന്താ പറയാ റൂം പോലെ തന്നെ, നല്ലൊരു റൂം പോലെ തന്നെയാണ് ആ കബർ അവര് പണിഞ്ഞതും. അങ്ങനെ ഒരു ദിവസം അതിനകത്ത് ഫുള്ള് സ്പെൻഡ് ചെയ്യാനായിരുന്നു അയാളുടെ തീരുമാനം. അങ്ങനെ അവർ കബറിന്റെ പണികളെല്ലാം പൂർത്തിയാക്കി കബറിലേക്ക് ഇറങ്ങി. ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള ഒരു പേടിയോ ഒരു എന്തോ പോലെ അയാൾ ഒരു കൂട്ടുകാരനെയും കൂടെ കൂട്ടി. രണ്ടാളും കൂടി കബറിലേക്ക് ഇറങ്ങി. മുകളിൽ പലകയൊക്കെ വെച്ച് കബർ മണ്ണൊക്കെ ഇട്ട് മൂടി. എന്നിട്ട് ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വെള്ളങ്ങളും ഒക്കെ കുഴല് വഴി, അവർക്ക് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന ആ കുഴല് വഴി താഴേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവർ പിന്നീട് കാണുന്നത് അവിടെ ഡാൻസ്, പാട്ട്, കൂത്ത് ഒക്കെയാണ് ആ കബറിനുള്ളിൽ കണ്ടുകൊണ്ടേയിരുന്നത്. അവരതിനകത്ത് എൻജോയ് ചെയ്യുമായിരുന്നു. മാക്സിമം അടിച്ചു പൊളിച്ച് ഭയങ്കര ഡാൻസ്, കൂത്ത് ഒന്നും പറയണ്ട, അത്രയ്ക്ക് അവര് അതിനകത്ത് കിടന്ന് ആർമാദിക്കുമായിരുന്നു ചെയ്തത്. ആ ഒരു കബറിനുള്ളില് ഒരു ദിവസം 24 മണിക്കൂർ അവര് ചലഞ്ച് ചെയ്തിട്ട് പോയതാണ്. ഞങ്ങൾ 24 മണിക്കൂർ അതിനകത്ത് തന്നെ നിൽക്കും എന്നും പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്ത് പോയതാണ്. അങ്ങനെ കബറിൽ കിടന്ന് രണ്ടാളും അർമാദിക്കുന്ന സമയത്ത് പുറത്ത് അതിഭയങ്കരമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി. ശക്തമായിട്ടുള്ള കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം കഴിയും തോറും കാറ്റിന്റെ വേഗതയും ശക്തിയും എല്ലാം ഒരുപാട് കൂടുതലായിട്ട് വരുവാണ്. ശക്തമായിട്ട് മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്ക് ഈ പുറത്ത് നിൽക്കുന്ന കൂട്ടുകാര് ആ കബറിന്റെ മേലെ ഒരു താർപ്പ വലിച്ചു കെട്ടാൻ ഒരുങ്ങുവാണ്. പക്ഷെ ഒരിക്കലും അത് അവർക്ക് സാധ്യമാവുന്നില്ല. അത്രയ്ക്ക് കാറ്റാണ്. താർപ്പ ഒന്നും കെട്ടിയാൽ നിൽക്കാത്ത അത്രയ്ക്ക് കാറ്റാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരാവും പണി 68 ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ താർപ്പ വലിച്ചു കെട്ടി കബറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടക്കുന്ന യാതൊരു മട്ടുമില്ല. താർപ്പ കൊണ്ടൊന്നും ഇനി ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. കാരണം മുകളിലുള്ള വെള്ളം ആ പൈപ്പ് വഴി ഉള്ളിലേക്ക് ചെല്ലാൻ തുടങ്ങിയിരുന്നു. അത് കണ്ട് അവരാണെങ്കിൽ 2 സുഹൃത്തുക്കളും ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് ബഹളം വെക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായി. അവര് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കുകയാണ്. ലൈറ്റും ഫാനും എല്ലാം പറക്കിയെടുത്ത് മാറ്റി വെക്കുകയാണ്. മുകളിലുള്ള ആൾക്കാർ ഇവിടെ ഒരു സംഗതികളെല്ലാം കാണുന്നുണ്ടല്ലോ, അവരുടെ വെപ്രാളം കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് കബറ് തുറക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ പ്രകൃതി ദുരന്തം കാരണം അവർക്ക് അതിന് പോലും സാധിക്കുന്നില്ല. ഒരുപാട് ശ്രമിച്ച് ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത്. എന്നാൽ പുറത്തേക്ക് എത്തിച്ച് ഉടനെ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് അവശതയായിപ്പോയി. ആ കബറിനകത്ത് കിടന്ന ആ 2 പേരും അത്രയ്ക്ക് അവശതയായിപ്പോയി. ചലഞ്ചുകളാവാം, അത് പടച്ചവന്റെ അടുത്താകരുത്. അവര് പോലും ചിന്തിച്ചു കാണത്തില്ല കാര്യങ്ങൾ ഈ രീതിയിലാകുമെന്ന്. അവര് കരുതിയത് കബറിൽ പോയി കിടന്ന് അടിച്ചു പൊളിച്ചിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇങ്ങനെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഹ്ലാദത്തോടു കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു ഗ്യാങ് ആണ് അവർക്ക് അത് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിട്ട് അവരെ കബറിനകത്താക്കി കബർ മൂടിയതും ഒക്കെ. അവര് പോലും ചിന്തിച്ചില്ല ഈ രീതിയിലാകുമെന്ന്. എന്നാൽ പടച്ചവനെ വെല്ലുവിളിച്ചിട്ട്
ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരിക്കലും വിജയിച്ചിട്ടില്ല. പണി പാലും വെള്ളത്തിൽ തന്നെ പടച്ചവൻ കൊടുത്തിരിക്കും. എന്തായാലും അവന്മാരുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു ചലഞ്ചിന് അവരാരും, ആ കൂട്ടത്തിലുള്ള ആരും അതിനുള്ള ധൈര്യം ഇനി അവർക്കുണ്ടാകത്തില്ല. കാരണം അവരത്രയ്ക്ക് പേടിച്ച് ഭയന്നിട്ടുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ പടച്ചോന്റെ സുഹൃതം.